അപ്പോ എല്ലാം പറഞ്ഞ പോലെ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയ ശേഷം പറഞ്ഞാൽ മതി. ആ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഞാനതൊക്കെ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശരി. പിന്നെ ഫണ്ടിന്റെ കാര്യത്തിൽ താമസമൊന്നുമില്ല കേട്ടോ. ശരി, അപ്പൊ പിന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നടക്കും. എന്താ ഈ കാര്യങ്ങളൊക്കെ? ധനേട്ടാ, ഞങ്ങള് എല്ലാം പറഞ്ഞ് ഡീലാക്കി. ഓ, ഇനിയിപ്പോ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ കടന്നാൽ മതി. അതെന്തായാലും നന്നായി. തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് തന്നെ ഒരു നല്ല ലക്ഷണ അല്ല ദാസങ്ങളെ? ശരിയാ, അത് ധനം പറഞ്ഞത് വളരെ ശരി. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ രഘു? എനിക്കാണെങ്കിൽ ഒന്നിന്റെ സ്ഥലത്ത് പോവാനോ? ആണോ? ധനേട്ടൻ വരുന്നുണ്ടോ? അല്ല, ഇല്ല രഘു, നിങ്ങൾ ഇറങ്ങിക്കോ. ഞാനേ പിന്നെ വന്നോളാം. ഓ, എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാനുണ്ടേ. എന്നാ പിന്നെ ശരി. ഓക്കെ, ശരി. ശരി, നിങ്ങളങ്ങോട്ടിരിക്കും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? പറഞ്ഞോളൂ. എന്റെ ഒരാളുടെ നിർബന്ധത്തിന് പുറത്താ രഘു ഇവിടെ വന്നതും കമ്പനി ഇഷ്ടപ്പെട്ട് വാങ്ങാൻ തീരുമാനിച്ചതും. അതെനിക്കറിയാം. അല്ല, അപ്പൊ അതിന്റെ ഒരു സ്നേഹേ എന്നോടും വേണം. അല്ല, അങ്ങനെ കണക്ക് പറഞ്ഞ് കമ്മീഷൻ ചോദിക്കാമെന്ന് കരുതണ്ട. വേണ്ട രീതിയിൽ സന്തോഷത്തോടു കൂടി നോക്കിയും കണ്ടൊക്കെ ഒന്ന് ചെയ്താ മതി. അതിനെന്താ, രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ചെയ്യാം. അത് മതി. അപ്പൊ ശരി, ഞാനെന്നാ ഇറങ്ങട്ടെ. ശരി, എന്നാ അപ്പൊ കാണാം. കാണാം. സോറി ഏട്ടാ. സർ, മേ ഐ കമിങ് സർ? യെസ്, കമിൻ. നമസ്കാരം സർ. നമസ്കാരം. ഇരിക്കും. താങ്ക് യു. ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മൾ തമ്മിൽ പരിചയമൊന്നുമില്ല. ഞാനൊരു ജോലി കിട്ടുമെന്ന് അന്വേഷിച്ച് വന്നാ. ഓക്കെ. ഒരു ആക്സിഡൻ്റായി കിടപ്പിലായിരുന്നു. ഇപ്പോഴാ പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഴയതുള്ള ജോലിയൊന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് തിരക്കി നോക്കാമെന്ന് കരുതിയത്. നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഞാനിപ്പോൾ. കമ്പനി ഞാൻ മറ്റൊരാൾക്ക് വിറ്റു. ഇനി പുതിയൊരു ടീമായിരിക്കും കമ്പനി നോക്കാൻ വരുന്നത്. അവർ ഓപ്പൺ ചെയ്യാറാവുമ്പോൾ നിങ്ങൾ വന്നൊന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ജോലി കിട്ടിയേക്കും. ആരാ സാർ കമ്പനി വാങ്ങിയത്? മുൻപ് മഹാലക്ഷ്മി ഗാർമെന്റ്സ് നടത്തിയിരുന്ന രഘുവാണ്. ശരി, വളരെ ഉപകാരം സാർ. ഇത്രയും കാര്യങ്ങൾ പറയാനും എന്നെ ഒന്ന് പരിഗണിക്കാനും സാർ മനസ്സ് കാട്ടിയല്ലോ. നന്ദിയുണ്ട് സാർ. ഇറ്റ്സ് ഓക്കെ. ഞാനെന്നാ ഇറങ്ങട്ടെ സാർ. ശരി, താങ്ക് യു സാർ. അപ്പോൾ രഘു എൻ്റെ സ്വർണം വെച്ച് കളിക്കുകയാണ്. പണിയുണ്ട്.